അങ്ങനെ ഒരു നീല സാരി കൊടുത്ത് നല്ലൊരു സുന്ദരിയായ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് വെച്ചാൽ എന്നെ തട്ടി വിളിച്ചിട്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും, നീ വിഷമിക്കൊന്നും വേണ്ട, പൈസയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പൈസ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്ത് വെച്ച്, രൂപയാണ് നിങ്ങൾക്ക് എടുത്ത് വെച്ചാണ്. ഇത് മുകളിലാണ് നിൽക്കുന്നത്, നമ്മളിങ്ങനെ നിൽക്കുമല്ലേ, അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അത് നിന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 3 പ്രാവശ്യം പൊങ്ങും താഴുകയും ചെയ്ത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ പ്രകാശത്തിൻ്റെ ഉള്ളിലാണ് ഈശോയുടെ തിരുമുഖം കാണുന്നത്. ഡോക്ടർ വന്നപ്പം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു പത്നി, ഇത് വല്ല മെർക്കിൾ സംഭവിച്ച മാതിരി ഉണ്ടല്ലോ, വിറയെല്ലാം നിന്നല്ലോ, എന്ത് പറ്റി? എൻ്റെ പഴയ പേര് പത്മിനിയും, ഇപ്പം ഞാൻ ആൻസിയായി. ഞാൻ താമസിക്കുന്നത് തവിഞ്ഞാല സ്ഥലത്തെ ഇടവകയും തവിഞ്ഞാലേ. ഞാൻ ലോട്ടറി വിൽക്കുകയാണ്. ഈശോയുടെ വലിയൊരു ഇടപെടൽ കൊണ്ടാണ് വലിയ രോഗത്തിൽ നിന്നേ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. മൂത്രത്തിൽ പഴുപ്പ് പോലെ വന്നിട്ട് അത് ആ രോഗം പിന്നെ വന്ന അണ്ഡാശയത്തിന് ക്യാൻസർ പോലെ വന്നെന്നാണ് പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ. എൻ്റെ കയ്യിലൊരു പാരസെറ്റമോൾ മേടിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ലാത്തൊരു സമയം ആയിരുന്നു അന്നേരം. ചെറുപ്പം മുതലേ എന്തായാലും മാതാവിനോട് ഭയങ്കര താല്പര്യമാണ് എനിക്ക്. മാതാവിനെ അന്നും ഇന്നും എനിക്ക് ഒരു ശ്വാസത്തിൽ പോലും എൻ്റെ അമ്മയെ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല. അതുപോലെ കിടക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ മാതാവ്, എൻ്റെ കയ്യിൽ ഒരു 50 പൈസ പാരസെറ്റമോൾ മേടിക്കാൻ പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കിടന്ന് മയങ്ങി ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. അപ്പം ചേച്ചി എൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. ഞാനും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നമാണെന്ന് എനിക്ക് ഇന്നും തോന്നണില്ല, അന്നും തോന്നണില്ല. അങ്ങനെ ഒരു നീല സാരി കൊടുത്ത് നല്ലൊരു സുന്ദരിയായ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് വെച്ചാൽ എന്നെ തട്ടി വിളിച്ചിട്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും, നീ വിഷമിക്കൊന്നും വേണ്ട, പൈസയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പൈസ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്ത് വെച്ച്, രൂപയാണ് നിങ്ങൾക്ക് എടുത്ത് വെച്ചാണ്. അത് കുറേ പുതിയതും പഴയതൊക്കെ ആയിട്ടുള്ള നോട്ട് എടുത്ത് വെച്ച് തരും. അപ്പം ഞാനത് വേഗം തന്നെ എൻ്റെ ബാഗ് തുറന്ന് സിപ്പിൽ വെക്കുന്നതായിട്ട് ഞാൻ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി, പൈസ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ചികിത്സിക്കാൻ പോകാമല്ലോ. ആ ഉറക്കത്തിൽ ഞാൻ വേഗം എഴുന്നേറ്റിട്ട് ഞാൻ ബാഗ് പരിശോധിക്കുകയാണ് ഈ പൈസ. അപ്പോൾ എൻ്റെ ചേച്ചി ചോദിച്ചു, എന്നാ മോനെ നീ ഇങ്ങനെ ബാഗ് പരിശോധിക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഒരാൾ വന്നു എനിക്ക് കുറച്ച് പൈസ തന്നു, അത് ഞാൻ ഈ ബാഗിൽ വെച്ചു, ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇത് രാത്രിയാണ്, നേരം വെളുക്കാറായിട്ടുള്ളൂ, 3 മണിയായിട്ടേ ഉള്ളൂ. നേരം വെളുത്തു. അപ്പോൾ ഞാൻ അന്നേരം ഇത് തന്നെ ഇങ്ങനെ ചിന്തിക്കുക, ആരായിരിക്കും വന്ന പൈസ എവിടെ പോയി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ നടുപ്പറമ്പിലെ തോമസ് എന്ന് പറഞ്ഞ തോമസേട്ടൻ, ജോണിച്ചേട്ടൻ, അങ്ങനെ ഒരു 5-8 പേര്, പുരുഷോത്തമൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണാൻ വന്നു. എൻ്റെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് എന്നെ വീട്ടിൽ കാണാൻ വന്ന് എനിക്ക് പൈസ തരുവാണ് എൻ്റെ കയ്യിൽ. ഞാൻ തലേദിവസം സ്വപ്നത്തിൽ കണ്ട പൈസകളാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആ കിടന്നത് ഞാൻ 6 മാസം ആസ്പത്രിയിൽ കിടന്നു. ഈ 6 മാസത്തിനിടയ്ക്ക് എനിക്ക് രോഗത്തിനൊന്നും ഒരു വലിയ പ്രശ്നം ഇതൊന്നും കാണുന്നില്ല. ഞാൻ കിടപ്പായെന്ന് തീരെ കിടപ്പുമല്ല, എഴുന്നേറ്റ് അത്യാവശ്യം നടക്കും. ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ആരെങ്കിലും ഒരു സഹായത്തിനൊക്കെ ആൾക്കാർ വേണം. എനിക്ക് എൻ്റെ കൂടെ നിൽക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അവിടെയും ദൈവം അനുഗ്രഹിച്ച് അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ വളരെ, ആ ആസ്പത്രിയിലെ സ്റ്റാഫാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ഒക്കെ നല്ല ഇടപെടലായിരുന്നു എന്നോട്, ഭയങ്കര സ്നേഹവും. വാർഡിൽ കിടക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവർക്കും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. അവർ വന്നിട്ട് എൻ്റെ കട്ടിലിൻ്റെ ചുറ്റും ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൽ ലൂസി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഈ കയ്യിലെ ഈ സോറിയാസിസ് പിടിച്ചിട്ട് അല്ലാതെ വരണമായിരുന്നു. ആ ചേച്ചിയാണ് എനിക്ക് ഒത്തിരി സഹായം പറഞ്ഞു തന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും എൻ്റെ കൂടെ ഇരുന്നതും ഒക്കെ ആ ചേച്ചിയാണ്. ബൈബിൾ കൊണ്ടുവന്ന് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിയാണ് ദൈവത്തിനോട് കൂടുതൽ അടുപ്പിച്ചതെന്ന് വേണം പറയാനായിട്ട്. ആ ചേച്ചി ഇങ്ങനെ ഈ വേദന തിന്നുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഞാനൊരു ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ആ ചേച്ചിയുടെ മരുമോൻ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി നല്ല മീനൊക്കെ വറുത്ത് കൊടുത്ത് എനിക്ക് സ്വന്തം കുഞ്ഞിന് കൊടുക്കുന്ന മാതിരി അതിന് കൊണ്ടുവരുന്ന ഭക്ഷണം അതുപോലും കഴിക്കാതെ എനിക്ക് എടുത്ത് തന്നു. ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തന്ന് അങ്ങനെ എന്നെ ജീവൻ വെപ്പിക്കുമായിരുന്നു കേട്ടോ. അത് നടക്കുന്ന വിഷമമില്ല മോനെ, നീ അതൊന്നും വിഷമിക്കണ്ട,
ഇതിൽ നല്ല നീ സുഖമാകും, നിനക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പോയി ഒരു ദിവസം പുറത്തിറങ്ങിപ്പോയ സമയത്താണ് ഞാൻ ഈ കട്ടിലിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണിങ്ങനെ. അപ്പോൾ ഈ ബൈബിൾ ഇങ്ങനെ അടുത്തിരിപ്പുണ്ട് കട്ടില്ല. പക്ഷേ ഞാനും നേരം പറഞ്ഞു, ദൈവം ഇതൊന്നും എടുത്ത് വായിക്കാം, കൈക്ക് വിറയാണല്ലോ. ഇവർ ഈ കൊന്ത ചെല്ലാൻ തുടങ്ങിയപ്പോൾ പോലെ എനിക്കൊരു മാനസികവും ശാരീരികമായിട്ടൊരു ആരോഗ്യം വെക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ബൈബിൾ എൻ്റെ കയ്യിലെടുത്താൽ എനിക്ക് ഇച്ചിരി കൂടി ബലം കിട്ടുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു പ്രകാശം നമ്മുടെ അടുത്തേക്ക് വരുവാണ്. ഒരു വലിയൊരു പ്രകാശം. അതിന് നമുക്ക് ഒരാളോട് വർണ്ണിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെയാണ് ആ സംഭവം. ഒരു തീയുടെ ജാലമാണോ മറ്റുള്ള വലിയ ബൾബിൻ്റെ പ്രകാശമാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആദ്യം കാണുമ്പോൾ പേടി തോന്നും കേട്ടോ. ഒരു വിറയലും പേടിയില്ല നമുക്ക്. ഇതെന്താ, നമുക്കെന്തോ സംഭവിക്കാൻ വരുന്ന മാതിരി. അങ്ങനെ ഞാനിങ്ങനെ ഈ പ്രകാശത്തിലേക്ക് നോക്കി. എനിക്കെന്നാൽ ഒന്ന് ഒച്ചയെടുക്കാനോ ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണത്. പിന്നെ ഇതിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കൗതുകം പോലെ ഇതെന്തായിരിക്കും എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ വന്നു. ആദ്യം ആ വലിയൊരു പ്രകാശത്തിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുവാണ് ഇത്രയും ദൂരം. നമ്മൾ നിൽക്കുന്ന അത്രയും ദൂരം. ഇത് മുകളിലാണ് നിൽക്കുന്നത്, നമ്മളിങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 3 പ്രാവശ്യം പൊങ്ങും താഴുകയും ചെയ്ത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ പ്രകാശത്തിൻ്റെ ഉള്ളിലാണ് ഈശോയുടെ തിരുമുഖം കാണുന്നത്. അതിൽ ഇവിടുന്ന് ഇങ്ങനെ കുരിശിങ്ങനെ രക്തം ഒഴുകുന്ന ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ. എനിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കൈ ഊപ്പിപ്പിടിച്ചു. ആ സമയത്ത് എൻ്റെ ദേഹം മുഴുവനും വിയർപ്പുമാണ്. വിയർത്തിട്ട് നമ്മൾ മഴ നനഞ്ഞാൽ എങ്ങനെയാണ് മേല് നനയുന്നത്, വെള്ളം കോരി ഒഴിക്കുമ്പോൾ അതുപോലെ എൻ്റെ തുണിയെല്ലാം നനഞ്ഞ് ഒഴുകി വല്ലാതെ പ്രശ്നമായി. ഇത് നോക്കി നിൽക്കുമ്പോൾ ഈ പ്രകാശം അങ്ങനെ നോക്കി നിന്ന് മാഞ്ഞു പോവുകയാണ്. വന്ന പോലെ തന്നെ പൊങ്ങി പിന്നെ ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൈ കുപ്പി പിടിച്ചിരിക്കുക. എൻ്റെ കൈയുടെ വിറ, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം തിരിച്ചു തന്നു. ആ വിറ ആ നിമിഷം നിന്നു. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു വിറയുണ്ടായിട്ടില്ല. എനിക്ക് ഒരാളുടെ സഹായം വേണം കട്ടിലേന്ന് എണീക്കണമെങ്കിൽ. ആ കട്ടിലേന്ന് ഞാൻ ആരും ഇല്ലാതെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഞാൻ ആ ബക്കറ്റും കൈ പിടിച്ച് പെട്ടെന്ന് ഞാൻ ബാത്റൂമിൽ പോയി വേറെ ഡ്രസ്സെടുത്ത് എൻ്റെ ഡ്രസ്സ് മാറി ഞാൻ സ്വന്തം കുളിച്ചു അവിടുന്ന്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം 8 ദിവസമേ ഞാൻ ആസ്പത്രിയിൽ കിടന്നിട്ടുള്ളൂ. ഡോക്ടർ വന്നപ്പം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു പത്നി, ഇത് വല്ല മെർക്കിൾ സംഭവിച്ച മാതിരി ഉണ്ടല്ലോ, വിറയെല്ലാം നിന്നല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അവർ രാവിലെ വരുമ്പോഴും എനിക്ക് അസ്വസ്ഥതയാണ്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. നേരം ഞാൻ ചിരിച്ചേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അന്നേരത്തെ സമയത്ത് വിശ്വസിക്കില്ല. പിന്നെ എൻ്റെ എല്ലാ മൈൻഡും അങ്ങ് മാറി. ദൈവത്തിലേക്കുള്ള ഒരു പൂർണ്ണമായൊരു വിശ്വാസം വന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.